പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്ററിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്രയ്ക്ക് മുന്നേ എൻ്റെ മനസ്സിൽ വളരെയധികം കുളിർമയാണ്. കാരണം ഈ കഴിഞ്ഞ രാത്രിയിൽ കൊല്ലം ജില്ലയിൽ തെന്മല എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ക്യാബിൾ കുഴിക്കകത്ത് അകപ്പെട്ട ഒരു 14 അടിയോളം നീളമുള്ള ശരീരത്തിനൊരു ശോഷിപ്പുള്ള ആരോഗ്യക്കുറവുള്ള ഒരു രാജവെമ്പാലയെ പിടികൂടി ഇന്നലെ രാത്രി. അദ്ദേഹത്തിന് രാത്രി 2 മണിയോടുകൂടി കാട്ടിൽ വിട്ട് 4 മണിയോടെയാണ് വീട്ടിലെത്തിയത്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്നലെ പിടികൂടിയ അതിഥി അഥവാ രാജവെമ്പാല അതിഥിയെ കൂടി ചേർത്ത് 83 രാജവെമ്പാലയെ പിടിക്കാനുള്ള ഭാഗ്യം സർവേശ്വരൻ എനിക്ക് ഇന്നലെ നൽകി. എന്തായാലും നമ്മൾ ഇന്നത്തെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ആദ്യത്തെ അതിഥി തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുംപുഴയ്ക്ക് അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു സാറിൻ്റെ വീട്ടിൽ കുറച്ച് വല അഥവാ നെറ്റ് ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ നെറ്റിൽ ഒരു അണലി അതിഥി വന്ന് കുടുങ്ങിയെന്നാണ് സാർ രാവിലെ വിളിച്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, ഒരുപാട് സമയം ഇടയ്ക്ക് വേറൊരു അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. നമ്മളിന്ന് സ്ഥലത്തെത്തി, സമയം കളയുന്നില്ല. നോക്കാം ആ അതിഥി ഏത് അവസ്ഥയിലാണ് കിടക്കുന്നത്. നമുക്ക് ആ സ്ഥലത്ത് പോയി നോക്കാം. ഇതാണ് ആ വീട്, നമുക്ക് പോകാം. ഇതിനകത്തോ? ഓ ചെറുതല്ല, കോഴിയുണ്ട്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി, നമ്മൾ ആ അതിഥിയെ കണ്ടു. ഇതാ നോക്കാം, റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, അണലി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, തമിഴിൽ കണ്ണാടി വിരിയൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. എന്തായാലും ഭാഗ്യമുണ്ട്, ഈ അതിഥി ഈ വല കിട്ടുന്നത് വലയെ കുരുങ്ങി. എന്നാലും കോഴിക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത. കാരണം കോഴിക്ക് അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ട റിപ്പോർട്ടുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അത്ര പ്രായമുള്ള ആളല്ല, പക്ഷേ കണ്ടതിൽ സന്തോഷമുണ്ട്. കാരണം ഏകദേശം 4 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. അത് മാത്രമല്ല, നോക്കുക, നമുക്കിവിടെ കാണാം ഇതിൻ്റെ ബാക്ക് വശം, ആ ഒരു മോഷനൊക്കെ പോകുന്ന ഏരിയ നല്ല ബൾജിങ്ങാണ്. അതുകൊണ്ട് ഇതുണ്ടോ, ഇത് ഫീമെയിലാണ്. മാറ്റിങ് കഴിഞ്ഞു, ഇണചേരൽ കഴിഞ്ഞു, വയറ്റിലെ മുട്ട തയ്യാറായി വന്നു കഴിഞ്ഞു. രക്തയണലി എന്ന് നമ്മുടെ പൂർവികർ വിളിക്കുന്ന നാമം നൽകിയിരിക്കുന്നത് ഈ അതിഥിക്കാണ്. ഈ വട്ടമുള്ളതുകൊണ്ടാണ് ഇതിനെ വട്ടക്കൂറ എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുള്ളത്, മലബാറിലൊക്കെ ചേനയെ വട്ടക്കൂറ എന്ന് വിളിക്കുന്നു. അതുപോലെ ചേനയുടെ തണ്ടിൽ വട്ടപ്പാടുകൾ ചേനത്തണ്ട് എന്ന് വിളിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ ഒന്ന് അധികം വിഷമിപ്പിക്കാതെ ആ വലയിൽ നിന്ന് മുക്തനാക്കാം. എൻ്റെ അനുഭവത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രേക്ഷകരോട് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, ഈ ഭാഗമൊക്കെ ഈ തൊലിയൊക്കെ തിന്നു പോയിരിക്കുന്നത് അത് വലയിൽ കുരുങ്ങിയതല്ല, അത് ഉറുമ്പ്, നമ്മുടെ ഈ നെയ്യുറുമ്പിൻ്റെ അതായത് നമ്മളെ മാംസം, അത് ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന പക്ഷികളുടെയൊക്കെ മാംസം ഇതൊക്കെ കുറേശ്ശെ അടിച്ചെടുക്കുന്ന ഒരു ഉറുമ്പാണ് നമ്മുടെ നെയ്യുറുമ്പ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ കാലിൽ തന്നെ അത് നമ്മൾ മണ്ണൊക്കെ കളക്കുമ്പോൾ അതിൻ്റെ കടിയേറ്റ് നമുക്ക് നല്ല നീര് വെക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആ ഉറുമ്പ് ഇദ്ദേഹത്തിൻ്റെ ശരീരം ഭക്ഷണമായി ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഒത്തിരി ഉറുമ്പുണ്ടായിരുന്നു. ആ ഉറുമ്പൊക്കെ ഒരു അരമണിക്കൂറുടെ നമ്മൾ വൈകിയിരുന്നുവെങ്കിൽ ഇത് ചിലപ്പോൾ മരണപ്പെട്ടു പോയേനെ. എന്തായാലും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഫീമെയിൽ അണലിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് വേറെ അപകടമൊന്നും കാണുന്നത്, മിക്കവാറും ആ മുറിവ് ഹീലാവും. നമ്മൾ വരുന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് ബ്ലഡൊന്നും പുറത്തേക്ക് വരുന്നില്ല. ആ സ്കിന്ന് മാത്രമേ ഉറുമ്പ് കഴിച്ചിട്ടുള്ളൂ, ബാക്കി മാംസത്തിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണാം, അദ്ദേഹത്തിൻ്റെ വായ്ക്കും വേറെ കുഴപ്പമൊന്നുമില്ല. വായിൽ നെറ്റ് വല കുരുങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും അപകടമൊന്നും കാണുന്നില്ല. നാവ് നന്നായിട്ട് പുറത്തേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്, ചലിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ വേദനയുടേതായിരിക്കും, ഈ ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റ് ജീവികൾ മാംസം കഴിക്കുമ്പോൾ മറ്റ് പ്രാണികൾ, അപ്പോൾ അതിന് നല്ല വേദന ഉണ്ടാവും. അങ്ങനെ ആയിരിക്കണം ഇത്രയും കിടന്നിങ്ങനെ തുടിക്കുന്നത്. എന്നിട്ട് ഈ ഉറുമ്പ് മുഴുവനായിട്ട് വിട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്കിൻ്റെ ഇദ്ദേഹത്തിന്
ഒരല്പം വെള്ളം കൊടുക്കാം. ഒരു കാരണവശാലും നമ്മുടെ ഈ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം വീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ കാണുന്നവർ ഒരു കാരണവശാലും ഇതുപോലെ അണലിയെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. അങ്ങനെ ശ്രമിച്ചിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നമ്മളോ അല്ലെങ്കിൽ മറ്റാരും ഇതിന് ഉത്തരവാദികളല്ല. ഒരു കാരണവശാലും ശ്രമിക്കരുത്. അതുപോലെ വലയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വലയിൽ ഡയറക്റ്റ് ഒന്ന് വാല് പിടിച്ച് കട്ട് ചെയ്തെടുക്കരുത്. അത് അപകടമാണ്. കാരണം പെട്ടെന്ന് തിരിഞ്ഞ് കടിക്കുന്ന ഒരു സ്വഭാവം അണലിക്കുണ്ട്. ഏത് ദിശയിലേക്കും ഏത് ആംഗിളിലേക്കും തിരിഞ്ഞു പോകാനുള്ള കഴിവ് അണലിക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. അത് അപകടമായി മാറും. അപകടം വന്നിട്ട് നമ്മളെയോ അല്ലെങ്കിൽ മറ്റാൾക്കാരെയോ കുറ്റം പറയാതിരിക്കുക. ഇപ്പോൾ ഒരു പ്രത്യേകത കാണുന്നുള്ളത്, നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചിട്ട് ചെറുപ്പക്കാർ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് ചുമ്മാ പാമ്പിനെ പിടിച്ച് എന്താണ് പാമ്പെന്ന് അറിഞ്ഞുകൂടാതെ, പാമ്പിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ പാമ്പിനെ പിടിച്ച് കടിയേറ്റ് പാമ്പ് പിടുത്തക്കാരെന്ന് പറയുന്നത് കടിയേറ്റ് മരണപ്പെട്ട കേസുകൾക്ക് ഈ 2015 ഏകദേശം 100-ലേറെ പേർക്ക് കടിയേറ്റിട്ടുണ്ട്. 14ഓളം പേർക്ക് അബദ്ധവശാൽ പാമ്പ് പിടിയല്ല, പാമ്പിനെ പിടിക്കാൻ പോയിട്ട് കടിയേറ്റ് മരണപ്പെട്ട റിപ്പോർട്ടുകൾ 2014-15 15 കേസുള്ള റിപ്പോർട്ടുണ്ട്. ഒരു കാരണവശാലും മണ്ടത്തരം കാണിക്കരുത്. അത് അറിവില്ല. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് കാലം ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പിറകെ പോയി അതിൻ്റെ മൂമെൻറ്റ്സ്, അതിൻ്റെ ബൈറ്റ്, അതിൻ്റെ ഏതിൽ കടിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മേഖല തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനായാസമാണെന്ന് വിചാരിച്ച് പോയി പിടിച്ച് കടി വാങ്ങിക്കരുത്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഇതുവരെ മണ്ടത്തരം കാണിച്ചിട്ടില്ല. പക്ഷേ ഒരു മീഡിയം പ്രായക്കാർ ഒന്നുകിൽ പത്രവാർത്തയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വീര്യസാഹസം ചെയ്യുന്നതൊക്കെ ഒരിക്കലും കാണിക്കുക. ഇതൊരിക്കലും വീര്യസാഹസമൊന്നുമല്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ജീവിയെ സംരക്ഷിക്കുക, മനുഷ്യനെ സംരക്ഷിക്കുക. അതായത് ഈ ജീവിയെ സംരക്ഷിച്ചാൽ മാത്രമേ അടുത്ത പുതിയ തലമുറയിലെ കുട്ടികളെ നമുക്ക് നന്നായിട്ട് അസുഖങ്ങളിൽ നിന്ന് മുക്തനാക്കാൻ കഴിയൂ. കാരണം ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് പുതിയ സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 2040 ആകുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ 2-1 ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പിടിപെടാനിരിക്കുന്നു എന്നാണ് പുതിയ സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇവയൊക്കെ പറമ്പിൽ ജീവിക്കേണ്ടവയാണ്. ഒരു കാരണവശാലും അനാവശ്യമായിട്ട് പാമ്പിനെ എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് വിടാതിരിക്കുക. നിങ്ങളെ വീട്ടിലൊക്കെ കണ്ടുവരുന്ന ചേരയോ നീർക്കോലിയോ ചുവർപ്പാമ്പോ കൊമ്പേറിയോ അങ്ങനെയുള്ള പച്ചിലപ്പാമ്പ് അങ്ങനെയൊക്കെയുള്ള കാട്ടുപാമ്പ് അങ്ങനെയുള്ള പാമ്പുകളെയൊക്കെ പറമ്പിൽ ജീവിക്കാനാണ് നമ്മൾ അനുവദിക്കേണ്ടത്. അടുത്ത തലമുറയുടെ സംരക്ഷണം ഇപ്പോഴത്തെ തലമുറ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അടുത്ത തലമുറ ആയുസ് മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. നമുക്ക് കാണാം, നമുക്ക് നമ്മുടെ അണലിപ്പാമ്പ് വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം വായി തുറന്ന് അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ. കാരണം വെള്ളം എല്ലാവർക്കും അനിവാര്യമാണ്, എല്ലാ ജീവികൾക്കും അനിവാര്യമാണ്. അതുപോലെ നമ്മുടെ അമ്മമാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പാമ്പ് വേനൽ കഴിഞ്ഞ് പുതുമഴ പെയ്യുമ്പോൾ പൊടിമണ്ണ് തിന്നാൻ വരുന്നു എന്നാണ് നമ്മുടെ അമ്മമാർ പറയുന്നത്. ശുദ്ധമായ മണ്ടത്തരമാണ്. നല്ല വേനൽ കഴിഞ്ഞ് പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരിക്കലും പൊടിമണ്ണ് കഴിക്കാനല്ല. പുതുമഴ പെയ്യുമ്പോൾ പുതുമഴയിൽ വെള്ളം വിടുമ്പോൾ ആ വെള്ളം കുറേശ്ശെ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് അവ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. പാമ്പ് വർഗ്ഗങ്ങളൊന്നും ഒരിക്കലും പൊടിമണ്ണൊന്നും കഴിക്കാറില്ല. ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകളാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ ബോട്ടിലാക്കാം. അദ്ദേഹത്തെ നമ്മൾ ഇനി വേദനിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നിൽക്കുന്ന സ്ഥലം മുരുക്കുമ്പുഴ ആണ്. സാറിൻ്റെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ വലയിൽ നമ്മളൊരു അതിഥിയെ കണ്ടത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ റെയിൽവേയുടെ ലൈനാണ്. അപ്പോൾ ഇതിന് മുന്നേയും കുറച്ച് നാളുകൾക്ക് മുന്നേ സാറിനെ വിളിച്ചപ്പോൾ ഞാൻ മൂന്നാറിൽ നിൽക്കുന്ന സമയത്താണ് സാർ അന്നും ഒരു അണലിയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എത്താൻ കഴിഞ്ഞാൽ അവരതിനെ വിരട്ടി അപ്പുറത്ത് റെയിൽവേയുടെ പറമ്പിലേക്ക് ഇവരെ പറമ്പിൽ നിന്ന് പുറത്തേക്ക് കടത്തി വിട്ടു. എന്തായാലും സന്തോഷം, ഇവരോട് നന്ദി പറയുന്നു. കാരണം അദ്ദേഹം അപകടത്തിൽ പെട്ടിട്ട് വേണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ തല്ലിക്കൊല്ലാമല്ലോ. പക്ഷേ അവരതൊന്നും ചെയ്യില്ല. നല്ല മനസ്സോടെ തന്നെ വെയിറ്റ് ചെയ്ത് രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ തെന്മലയിൽ നിന്ന് രാജവൻപേട്ട എടുക്കാൻ പോയിട്ട് വെളുപ്പാങ്കൽ 4 മണിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ എന്തായാലും മണി
9 കഴിഞ്ഞു വന്നു. അവർ അത്രയും നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവിടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ച് നമുക്ക് വേണ്ടി ഈ അതിഥിയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് അവരത് വെയിറ്റ് ചെയ്തു. അത് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ വന്നപ്പോൾ തന്നെ അവർ വെള്ളം അദ്ദേഹത്തിന് നമ്മൾ അതിഥിക്ക് കൊടുക്കാൻ വെള്ളം തന്നെ പാത്രത്തിൽ കൊണ്ടുവന്നു. അതുപോലെ പിന്നെ ഒരു പ്രത്യേകത, മുറിവിൽ വെക്കാൻ മഞ്ഞപ്പൊടി വേണോ എന്നൊക്കെ ചോദിച്ചു. നല്ല മനസ്സ് ഇവർക്ക്, ഈ സാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ എല്ലാവരും നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. എൻ്റെ മൊബൈൽ കാലിൽ കിടന്ന് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥിയെ തേടിയുള്ള യാത്രയാണ്. അടുത്ത അതിഥി എവിടെയാണ് ഇരിക്കുന്നത്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഇവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിട വാങ്ങുന്നു.